യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദയത്തിൽ സ്പർശിച്ച വാക്യമെന്നൊക്കെ ഒത്തിരിയേറെ പ്രാവശ്യം അടിവരയിട്ടൊരു വചനഭാഗം സങ്കീർത്തനം 23. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ ഒത്തിരി സഹായമായിട്ടുണ്ടാകും ആ വചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പക്ഷേ എത്രയേറെ പ്രാവശ്യം വായിച്ചിട്ടും കാണാതെ പഠിച്ചിട്ടും ഈ വചനത്തിൻ്റെ ശരിയായ അർത്ഥം ഇനിയും എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ? ഈ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാനും എൻ്റെ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ ആശ്രയിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ തിരുവചനം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു തരികയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ്മോൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ആൻസി, അറുന്നൂറ്റിമംഗലം ഇടവയിൽ നിന്ന് വരുന്നു. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മോന് ഭയങ്കര ശക്തമായും തലവേദനയുണ്ടായി. ഇവിടെ സ്കാൻ ചെയ്തപ്പോൾ അല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന കാര്യസ്വാമി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അതിൻ്റെ ഫലമായിട്ട് സ്കാൻ ചെയ്തപ്പോൾ എല്ലാം നോർമലായിരുന്നു. പിന്നെ ഇതുവരെ തലവേദന ഉണ്ടായിട്ടില്ല. എൻ്റെ സഹോദരിക്കും സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ലോർഡ്. ഷേമ ഇസ്രായേലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ വചനത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും ഇന്ന് വചനം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും കുടുംബങ്ങളിലും നിറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ സാന്നിധ്യം ഇപ്പോൾ തന്നെ നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വചനം പറയുന്നു, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും നിറയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേൾക്കാൻ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാൻ, വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ, അങ്ങനെ വചനത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ കർത്താവെ ഇന്നെ ശ്രവിക്കുന്ന സകല മക്കളെയും അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. കർത്താവ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ധ്യാനിക്കാൻ വേണ്ടി ദൈവം തന്ന വചനം നമുക്കെല്ലാം സുപരിചിതമായ വചനമാണ്. നമ്മൾ പലരും തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വചനവും സങ്കീർത്തനവുമാണ്. 23-ാമത്തെ സങ്കീർത്തനം. 23-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, കർത്താവ് എൻ്റെ ഇടയൻ എന്ന് പറയുന്ന സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകാൻ പോകുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സങ്കീർത്തനം വായിച്ച് ജീവിതത്തിലേക്ക് കടന്നു പോകുന്നവരാണ് നമ്മൾ പലരും. 91-ാം സങ്കീർത്തനം വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും അതിൽ ദൈവവചനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സംരക്ഷണം ഏറ്റെടുക്കുന്നവർ ഒത്തിരി പേരുണ്ട്, അനേകരുണ്ട്. പല പ്രശ്നങ്ങളിൽ നിന്നും, പല അനർത്ഥങ്ങളിൽ നിന്നും, പല തകർച്ചകളിൽ നിന്നും രക്ഷിക്കപ്പെടുമ്പോൾ അവർ പറയാറുണ്ട്, അച്ചോ ഞങ്ങൾ 91-ാം സങ്കീർത്തനം വായിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അതിൻ്റെ സംരക്ഷണമാണ്. ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വചനം 23-ാമത്തെ സങ്കീർത്തനം.
ആ 23-ാം സങ്കീർത്തനത്തിൽ വചനത്തിൽ കർത്താവ് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിലൊന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മളിലേക്ക് ഇടും. ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമായിരിക്കും. എന്നാൽ ഈ വചനം അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയനെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് വിശ്വസിച്ചോ, നമുക്കൊന്നിനും ഒരു കുറവുണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. എനിക്കറിയാം, കാരിസ്മോനിൽ ശുശ്രൂഷയ്ക്കൊക്കെ വരുന്ന ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ എല്ലാ ദിവസവും ഈ സങ്കീർത്തനം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിശ്വസിക്കും, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകില്ല. അതോടെ എനിക്ക് പിന്നെ ടെൻഷനും ഇല്ല, ആവലാതിയില്ല, പരാതിയില്ല, പരിഭവമില്ല. ചെന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച സമയത്തിന് മുമ്പേ പ്രതീക്ഷിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കർത്താവ് നടത്തി തരുന്നുണ്ട്. വേറെ ഒന്നുമില്ല അച്ചോ, ഈ വചനം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ പോകുന്നത്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. ഇപ്പോഴൊരു വചനം നമ്മൾ ഉരുവിട്ടത് കൊണ്ടോ, വചനം പ്രാർത്ഥിച്ചത് കൊണ്ടോ, വചനം പലാവർത്തി നമ്മൾ കേട്ടത് കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വചനം മാറ്റമുണ്ടാകണമെങ്കിൽ ആ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാംസം ധരിക്കണം. വചനം മാംസം ധരിച്ചാൽ മാത്രമേ വചനത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹവും കിട്ടൂ. ഈ വചനം മാംസം ധരിക്കുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ദൈവസ്വരം പരിശുദ്ധ അമ്മ കേട്ടപ്പോൾ ആ വചനം മാംസം ധരിക്കാൻ അമ്മ അനുവദിച്ചതുപോലെ, അത് അനുവദിച്ചപ്പോഴാണ് ആ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ പരിശുദ്ധമ്മ കാണുന്നത്. പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭിണിയാകുമെന്നുള്ള ദൈവവചനം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് ഏറ്റുപറഞ്ഞപ്പോൾ ആ വചനത്തിൻ്റെ അത്ഭുതമാണ് പരിശുദ്ധമ്മ കണ്ടത്. എന്നതാ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുക എന്നുള്ളത്. ആ അത്ഭുതം ആ വചനം വിശ്വസിച്ചപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുന്ന പോലെ, നമ്മൾ പലാവർത്തി വചനം കേട്ടത് കൊണ്ട് മാത്രമാകുന്നില്ല, കേൾക്കുന്ന വചനം ഉദരത്തിൽ മാംസം ധരിക്കാൻ നമ്മൾ അനുവദിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ മാംസം ധരിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ, എവിടെ പോകുമ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോഴും അപ്പോൾ തന്നെ ഈ വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാംസം ധരിച്ചെങ്കിൽ അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത, എൻ്റെ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് ഇത് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. മാംസം ധരിക്കുക എന്നാന്ന് പറഞ്ഞാൽ, ഉദരത്തിലൊരു ശിശുവിന് രൂപം കൊള്ളുമ്പോൾ മുതൽ പിന്നെ അങ്ങോട്ടുള്ള 9 മാസവും 9 ദിവസവും എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും അവരുടെ ചിന്ത എന്താ? ഉള്ളിലുള്ള ഉദരത്തുള്ള കുഞ്ഞിനെ കുറിച്ചാണ്. ഗർഭിണിയാകാത്തപ്പോൾ ഒരുപക്ഷെ സ്റ്റെപ്പിൽ നിന്ന് 2 സ്റ്റെപ്പ് താഴേക്ക് ചാടുന്നതിനൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്നതിനൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു, ഒരു പ്രശ്നമായിട്ട് കണക്കാക്കിയിട്ടില്ല. പക്ഷേ ഒരു 6 മാസം 7 മാസം പ്രായമുള്ള സഹോദരിയുടെ അടുത്ത് വണ്ടിയിൽ നിന്നെടുത്ത് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ചാടാൻ പറ്റുമോ? ചാടില്ല. കാരണം എന്താ? എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ട്. ഇപ്പം ഇന്നലകളിൽ ചാടിക്കൊണ്ടിരുന്നിടത്ത് ഇന്ന് ചാടാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഉള്ളിലുള്ള കുഞ്ഞു, ഉദരത്തിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്തയും അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള കരുതലും എപ്പോഴൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് തന്നെയാണ് വചനം മാംസം ധരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത്. എപ്പോഴും അതൊരു ഓർമ്മപ്പെടുത്തലാണ്. എവിടെ പോയാലും, കിടന്നുറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഓടുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഉള്ളിലുള്ള ഉദരത്തിലുള്ള പിറക്കാൻ പ്രായമായ ഒരു കുഞ്ഞിനെക്കുറിച്ച് ഒരമ്മ എത്രമാത്രം ആകുലപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം അതിനെക്കുറിച്ച് കരുതലുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം ആ കാര്യം മനസ്സിൽ ധ്യാനിക്കുന്നുണ്ടോ, ചിന്തകളിലുണ്ടോ, അതുപോലെ തന്നെയാണ് ഉദരത്തിൽ ജീവിതത്തിൽ ഒരു വചനം മാംസം ധരിക്കുമ്പോൾ എവിടെ പോയാലും, ലോകത്തിൻ്റെ ഏത് കോണുകളിൽ പോയാലും മാംസം ധരിച്ച വചനം നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ബലപ്പെടുത്തും. അപ്പോൾ വചനം പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ. എല്ലാ ദിവസവും പറയുന്ന, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് എന്നെ നയിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു.
തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. എന്നിട്ട് വചനം അങ്ങോട്ട് വരുമ്പോൾ കൂട്ടിച്ചേർക്കുക, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ നടക്കുന്നെന്ന് കരുതുക, എങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താ? ഈ വചനം എന്നിൽ മാംസം ധരിച്ചു. എന്ത് പ്രശ്നം വന്നോട്ടെ, ഒരു മനുഷ്യന്റെ അവസാന ശത്രു അല്ലെങ്കിൽ ഏറ്റവും വലിയ ശത്രു എന്ന് വചനം തന്നെ മരണമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:26 നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ അവസാന ശത്രുവായ മരണത്തെപ്പോലും യേശു ക്രിസ്തു കീഴടക്കി. അപ്പോൾ മനുഷ്യന്റെ അവസാന ശത്രുവായ മരണം, ആ മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് നീ കടന്നു പോകുന്നെന്ന് കരുതുക. മരിക്കാൻ പോവാ, ഈ അവസ്ഥയിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. കാരണം എന്താ? കർത്താവ് നിന്റെ കരം പിടിക്കും. കർത്താവാണ് നിന്റെ കരത്തെ പിടിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ആത്മീയ ബോധ്യം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണമെങ്കിൽ ഈ വചനം എന്നിൽ മാംസം ധരിക്കണം. വചനം മാംസം ധരിച്ചാലേ വചനത്തിന്റെ അഭിഷേകം എന്നിലുള്ളൂ. അപ്പോഴൊരു മരണതുല്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, അതുപോലെ മനസ്സ് തകർന്നു പോകുന്ന, ജീവിതം തകർന്നു പോകുന്ന ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനം ഉള്ളിൽ മാംസം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനം അപ്പോൾ ഒരു കരുതലായി, സ്നേഹമായി നിന്റെ കാതുകളിൽ മന്ത്രിക്കാൻ തുടങ്ങും. കാരണം എന്താ? ഇതെപ്പോഴും നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ വചനം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോയാലും കർത്താവ് എൻ്റെ കരം പിടിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് എത്ര പേര് ഈ വചനം ഹൃദയത്തിൽ വിശ്വസിച്ച് അത് മാംസം ധരിക്കാൻ അനുവദിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. വചനം കേൾക്കാൻ എളുപ്പമോ? വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ എളുപ്പമോ? വചനം പറയാൻ എളുപ്പമോ? പക്ഷേ വചനം മാംസം ധരിക്കാൻ അനുവദിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താ? എങ്ങോട്ട് പോയാലും അതേക്കുറിച്ചുള്ള ഓർമ്മ നിന്നെ നിയന്ത്രിക്കും. ആ വചനത്തിൻ്റെ സാന്നിധ്യം, ഉദരത്തിലൊരു കുഞ്ഞിൻ്റെ സാന്നിധ്യം അമ്മയെ, അമ്മയുടെ സ്വഭാവത്തെ, അമ്മയുടെ പ്രവർത്തനങ്ങളെ, അമ്മയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് പോലെ നിന്റെ ഉള്ളിൽ മാംസം ധരിക്കാൻ നീ അനുവദിച്ച വചനം മാത്രമാണ് നിന്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ വചനം പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോയാലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തകൻ വിളിച്ചു പറയുന്ന ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തകന്റെ ജീവിതത്തിൽ ഈ വചനം മാംസം ധരിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ വചനം മാംസം ധരിക്കാൻ ഇടവരട്ടെ. കർത്താവ് ഈ നിമിഷം എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും ഇപ്പോൾ തന്നെ ഈ വചനം മാംസം ധരിക്കട്ടെ. മരണതുല്യമായ അവസ്ഥകളിലൂടെ, ജീവിത ഭാരത്തിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ ഒത്തിരി ഭാരപ്പെട്ടു, ഒത്തിരി അസ്വസ്ഥപ്പെട്ടു, ഒത്തിരി പരാതി പറഞ്ഞു, ഒത്തിരി ആവലാതിപ്പെട്ട് പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ മരണതുല്യമായ അവസ്ഥകളിലൂടെ, മാറ്റമില്ലാത്തൊരവസ്ഥയിലൂടെ, അതുപോലെ തകർന്നു പോയൊരവസ്ഥയിലൂടെ, ചെങ്കടൽ പോലെ നിൽക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വചനം ഹൃദയത്തിലും ജീവിതത്തിലും വിശ്വസിച്ച് നിന്നിൽ മാംസം ധരിക്കാൻ അനുവദിച്ചേ. പിന്നെ ഏത് സമയത്തും എവിടെ പോയാലും ഈ വചനം നിന്നിൽ മാംസം ധരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട. കാരണം എന്താ? മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോയാലും കർത്താവ് നിന്റെ കരം പിടിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു ദൈവം നമ്മുടെ കരം പിടിക്കാനുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും കരം പിടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ദൈവം തന്നെ എൻ്റെയും നിങ്ങളുടെയും കരം പിടിച്ച് നമ്മളെ നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെയും കരം പിടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്, കഴിഞ്ഞില്ല. സങ്കീർത്തൻ 23 വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഏതാനും കാര്യങ്ങൾ കൂടിയുണ്ട്. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്കുറപ്പേകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പ് എന്നതാ? അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. ഉണ്ടോ? എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കും. ശത്രുക്കളുടെ മുമ്പിൽ അവിടെ തന്നെ മാനിക്കും എന്നാണ് പറയുന്നത്. അവിടെ ശത്രുക്കളെ പോലും ഭയപ്പെടേണ്ട കാര്യമില്ല. പലരുടെയും വിഷമനോ, അയ്യോ അച്ഛോ അവരെനിക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നു, അവരത് ചെയ്യുന്നു, അവർ മന്ത്രവാദം ചെയ്യുന്നു, കൂടോത്രം ചെയ്യുന്നു
ഈ എൻ്റെ അയൽവക്കക്കാർ അവർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഗുണം പിടിക്കാത്ത, അവർ ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടാത്ത, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വചനം വിശ്വസിച്ച് സ്വന്തമാക്കാത്തത് കൊണ്ടല്ലേ ഈ പരാതി പറയുന്നത്, ഈ പിശാചിന്റെ ചിന്ത നയിക്കുന്നത്. വചനം പറയുന്നത് എന്നാ? അവിടുന്ന് ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വിരുന്നൊരുക്കുന്നു. എനിക്ക് സമൃദ്ധി അപ്പോഴും. ചുറ്റും ശത്രു നിൽക്കുമ്പോഴും എനിക്ക് വേണ്ടത് കർത്താവ് തരും. എൻ്റെ ജീവിതത്തിൻ്റെ സമൃദ്ധിയെ നിയന്ത്രിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ നിയന്ത്രിക്കുന്ന എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് ഞാൻ മറ്റൊന്നിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചുറ്റും ആരും കടന്നോട്ടെ, ചുറ്റും ആരും നിങ്ങൾക്കെതിരെ എന്തും ചെയ്തോട്ടെ, ശത്രുവിൻ്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി വിരുന്നൊരുക്കുന്ന ആ സമ്പന്നനായ ഒരു ദൈവമില്ലേ, അത് മാത്രം വിശ്വസിച്ചാൽ മതി. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഈ വചനം അവസാനിക്കുന്ന ഈ ഒരു സന്ദേശത്തോടു കൂടിയാണ്. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും എന്നെ അനുഗമിക്കും. പോരെ, വേറെ എന്നാ വേണ്ടേ? കർത്താവിൻ്റെ നന്മ, അവൻ്റെ കരുണ, ഇത് രണ്ടും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ എത്രയും ആവലാതിപ്പെടുന്നത്? എന്തിനാ എത്ര അസ്വസ്ഥപ്പെടുന്നത്? എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? ഉണ്ടോ? 23-ാം സങ്കീർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗം ആ വചനത്തിൽ വാഗ്ദാനം ചെയ്തത് മുഴുവനും വിശ്വസിക്കാനും ഈ വചനങ്ങൾ നമ്മളിൽ മാംസം ധരിക്കാനും ഒന്ന് അനുവദിക്കുക. അപ്പോൾ ഈ വചനത്തിൽ വാഗ്ദാനം ചെയ്തൊക്കെ കാണാൻ പറ്റും. പരിശുദ്ധ അമ്മ വചനം വിശ്വസിച്ച് ഏറ്റെടുത്തപ്പോൾ വചനത്തിൻ്റെ വാഗ്ദാനങ്ങൾ പരിശുദ്ധ അമ്മ കണ്ടതുപോലെ കാണാൻ പറ്റും. അതിനാണ് അത്ഭുതം എന്ന് വിളിക്കുന്നത്. വചനത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് വചനം മാംസം ധരിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നോക്കിയേ, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 1 മാസമല്ല, വർഷമല്ല, ജീവിതകാലം മുഴുവനും നിന്നെ അനുഗമിക്കുന്ന കർത്താവിൻ്റെ കരുണയുണ്ട്. അവസാന ശ്വാസത്തിലും എളിമപ്പെട്ട് കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കരുണ കാണിക്കുന്ന ഒരു ദൈവമല്ലേ? കുരിശിൻ്റെ ഇരുവശങ്ങളിലും കടന്ന കള്ളന്മാരെ നമ്മളെ പഠിപ്പിച്ച സത്യം അതല്ലേ? മരിക്കാൻ പോവും, അതിനു മുമ്പ് അതെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞ നല്ല കള്ളൻ കർത്താവ് പറഞ്ഞല്ലേ, നീ ഇന്ന് എൻ്റെ കൂടെ പരദീസ്. ആ കരുണ കാണിച്ചതാ. അവസാനം വരെ നീണ്ടു നിൽക്കുന്ന കരുണയും നന്മയും ജീവിതം വരെ നിന്നെ അനുഗമിക്കുമെന്ന് വചനം പറയുന്നു. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തോടൊപ്പം എന്നേക്കും വസിക്കുവാൻ അതുവരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്ന ഓരോ വചനവും ആ വചനത്തിൽ സ്വർഗം നിക്ഷേപിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിച്ച് അത് ജീവിതത്തിൽ ആ വചനം മാംസം ധരിക്കാൻ അനുവദിച്ച് അതിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നവരായി നമ്മൾ മാറണം. തുടർന്ന് വരുന്ന ആരാധന സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി കാര്യങ്ങൾ വിശ്വാസത്താൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനം മാംസം ധരിക്കാൻ അനുവദിച്ചാൽ സ്വന്തമാകുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം വചനം വായിക്കുമ്പോഴും ആ വായിക്കുന്ന വചനത്തിൽ സ്വർഗം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ കൂടി ജീവിതത്തിൽ സ്വന്തമാക്കിയിട്ട് ആ വചനം മാംസം ധരിക്കാൻ അനുവദിക്കുക. നീ എവിടെ പോയാലും, കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ ഈ വചനം നിന്നെ ബലപ്പെടുത്തും. തുടർന്ന് ആരാധന സമയത്ത് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങ് ആത്മാവിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അങ്ങയുടെ മനസ്സാകുന്ന വചനം അത് ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. തുടർന്ന് ആരാധന സമയത്ത് എല്ലാ ജീവിത പ്രശ്നങ്ങളെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അവൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് ആത്മാവിൽ വിടുതൽ സൗഖ്യം നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ദിവ്യകാരുണ്യമായ ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. നിൻ്റെ എല്ലാ കുറവുകളിലേക്കും കടന്നു വരാൻ കഴിവുള്ള കർത്താവാണ് ഈ അൽത്താരയിലിരിക്കുന്നത്. ഈശോ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. വചനത്തിലൂടെ ഈശോ പറഞ്ഞില്ലേ, എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകില്ലെന്ന്. ഈ വചനം നീ നിമിഷം വിശ്വസിക്കാം. നിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എന്തുമായിക്കൊള്ളട്ടെ, ദാമ്പത്യ ബന്ധത്തിലുള്ള സന്തോഷത്തിൻ്റെയോ സമാധാനത്തിൻ്റെയോ കുറവുകൾ എന്തുണ്ടെങ്കിലും അത് ഈശോയ്ക്ക് ഇപ്പോൾ കൊടുക്കുക. കുടുംബജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിപ്പോൾ കർത്താവിന് കൊടുക്കുക. മക്കളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിനതൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ ഇപ്പോൾ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ ഒത്തിരി കുറവുകളില്ലേ, അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. മനസ്സിൻ്റെ മേഖലയിൽ ഒത്തിരി കുറവുകൾ അനുഭവപ്പെടുന്നില്ലേ, സ്വസ്ഥതയില്ല, നിരാശയുണ്ട്, ആകുലതയുണ്ട്, അസ്വസ്ഥതയുണ്ട്, സ്വസ്ഥതയില്ലാത്ത മനസ്സ്, അതെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞില്ല, എന്നെ അന്വേഷിക്കുന്നതിന് ഒന്നിനൊരു കുറവുണ്ടാകില്ല. പറഞ്ഞത് വിശ്വസിക്കുക. കരങ്ങൾ രണ്ടൊന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഈശോ തുടർന്ന് വചനത്തിലൂടെ പറഞ്ഞില്ലേ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നീ കടന്നു പോയാലും കർത്താവ് നിൻ്റെ കരം പിടിക്കുമെന്ന്. നിൻ്റെ കരം പിടിക്കാൻ കഴിവുള്ള കർത്താവ് ഈ അൽത്താരയിലുണ്ട്. ഇപ്പോൾ നിൻ്റെ കരം ഈശോ പിടിച്ചിരിക്കുകയാണെന്നുള്ള വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ അങ്ങിലേക്ക് നീട്ടിയ കരങ്ങൾ അങ്ങ് ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ അങ്ങൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഈ ജനത്തോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ സാന്നിധ്യത്തിൽ നിന്നും അങ്ങ് നീട്ടിയിരിക്കുന്ന കരങ്ങൾ ഈ മക്കളുടെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് ഈശോയെ ഇപ്പോൾ തന്നെ അങ്ങയുടെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളിലേക്കും ഇപ്പോൾ അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കണമേ. ഏതൊക്കെ മേഖലകളിൽ ഈ മക്കൾക്ക് കുറവുകളുണ്ടോ, ഏതൊക്കെ മേഖലകളിൽ ഈ മക്കൾ ഭാരപ്പെടുന്നുണ്ടോ, അസ്വസ്ഥപ്പെടുന്നുണ്ടോ, ഈശോയെ ആ മേഖലകളിലേക്കൊക്കെ ഇപ്പോൾ അവിടുത്തെ കരുണ വർഷിക്കണമേ, സ്നേഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്ന സ്വരത്തിൽ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയെ മാത്രം നോക്കിക്കൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ ജനത്തിന് വേണ്ടി അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുടുംബ ബന്ധങ്ങളിൽ സമാധാനമില്ലാത്ത മക്കളിലേക്ക്, സമാധാനക്കുറവുള്ള കുടുംബങ്ങളിലേക്ക് ഈശോയെ ഇപ്പോൾ തന്നെ അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കാരണമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സന്തോഷം കുറവുള്ള കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കാരണമായി നിൽക്കുന്ന സന്തോഷം കളയുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഇവിടെ കുടുംബങ്ങളിൽ നിന്നും, എല്ലാ ഭിന്നതകളും കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സാമ്പത്തിക മേഖലകളിൽ അതുപോലെ തകർന്നു പോയിരിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ, അവിടെ സാമ്പത്തിക ഭൗതിക കുറവുകളിലേക്ക് അങ്ങ് ഇപ്പോൾ തന്നെ ഇറങ്ങിച്ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുറവുകൾക്ക് കാരണമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇപ്പോൾ തന്നെ ഈ ജനത്തോട് കരുണ കാണിക്കണമേ. ഈശോയെ, ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങേ വിളിച്ചപേക്ഷിച്ചവർ ആരും തന്നെ അങ്ങ് കൈവിട്ടിട്ടില്ല എന്ന് വചനത്തിലൂടെ അങ്ങ് പറഞ്ഞല്ലോ. ഈ വചനം ഇപ്പോൾ ഈ മക്കളുടെ ഹൃദയങ്ങളിൽ മാംസം ധരിക്കട്ടെ. ഈശോയെ, ഇവരുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകൾ ഇപ്പോൾ എടുത്ത് മാറ്റണമേ. ഇവിടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇപ്പോൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ദിവസം ഈ മക്കൾ കേട്ട വചനം ഇവരുടെ ഹൃദയത്തിലും ജീവിതത്തിലും മാംസം ധരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ എല്ലാ ആകുലതകളും പരിശുദ്ധാത്മാവേ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിയ കരങ്ങൾ രണ്ടും ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച് കണ്ണു തുറന്ന് ഈശോയെ നോക്കി. ഈശോയല്ലേ പറഞ്ഞ് ഭയപ്പെടേണ്ടെന്ന്? ഈശോയല്ലേ പറഞ്ഞ് പെറ്റമ്മയേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്? ഈശോയല്ലേ പറഞ്ഞ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന്? ഈശോയല്ലേ പറഞ്ഞ് എനിക്കൊന്നും അസാധ്യമല്ലെന്ന്? ഈശോ കൂട്ടിച്ചേർത്തില്ലേ, നിനക്ക് അസാധ്യമായത് ദൈവകൃപ നിന്നിൽ വരുമ്പോൾ സാധ്യമാണെന്ന്? ആ വിശ്വാസം ഒന്ന് എടുത്ത് ഈ വചനം ഒന്ന് വിശ്വസിച്ച് ഈ വചനം നിന്നിൽ ഇപ്പോൾ മാംസം ധരിക്കട്ടെ. ലോകം നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ കർത്താവ്,
ആ സ്നേഹം ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയെ, അങ്ങ് തരുന്ന സമാധാനം, സന്തോഷം, അതെന്നും അങ്ങ് വചനത്തിലൂടെ വാഗ്ദാനം ചെയ്ത ദൈവവചനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്നും എൻ്റെ കുടുംബത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും നിലനിർത്തി മുന്നോട്ട് പോകാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാൻ കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,